ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാളെ നടക്കാൻ വന്ന ഡാൻസ് കോമ്പറ്റീഷനില് ആര് ജയിക്കുമെന്നാ നിന്റെ വിചാരം? എനിക്ക് ഒരേ ഒരു വിചാരേ ഉള്ളൂ, എനിക്ക് ജയിക്കണമെന്ന്. എനിക്ക് എങ്ങനെയും ജയിക്കണമെന്നല്ല, എന്റെ കഴിവുകൊണ്ട് എനിക്ക് ജയിക്കണം. മഹാദേവ വർമ്മ സാറിന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു പ്രതാപൻ സാറിന്റെ അച്ഛൻ. ആ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാ മഹാദേവ വർമ്മ സാറ് പ്രതാപൻ സാറിന്റെ കുടുംബത്തെ ഏറ്റെടുത്തത്. പക്ഷേ ആ ഏറ്റെടുത്തതിന് പിന്നിലും ഒരു വലിയ കാര്യമുണ്ട്. മോളുടെ അച്ഛന്റെ ജീവൻ രക്ഷിച്ചത് പ്രതാപൻ സാറിന്റെ അച്ഛനായിരുന്നു. അതുകൊണ്ട് ദയവായി ഇനിയും പത്മ ആ ചെറുപ്പക്കാരനെ ഇതുപോലെ കളിയാക്കരുത്. എന്ത് നല്ല സ്വഭാവ പ്രതാപന്റേത്. ഇക്കാലത്ത് ഇത്രയും നല്ല ചെറുപ്പക്കാരനെ കാണാൻ പോലും കിട്ടില്ല. പ്രതാപൻ എന്ന് പറഞ്ഞ എ കംപ്ലീറ്റ് മാൻ. എല്ലാം തികഞ്ഞ ഒരു ചെറുപ്പക്കാരനവൻ. സദ്ഗുണ സമ്പന്നന്നൊക്കെ ഒറ്റ വാക്കിൽ പറയാം. പത്മയ്ക്ക് അറിയാത്ത ഒരു സത്യം കൂടി ഞാൻ പറയാം. മഹാദേവ വർമ്മ സാറിന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു പ്രതാപൻ സാറിന്റെ അച്ഛൻ. മോളുടെ അച്ഛന്റെ ജീവൻ രക്ഷിച്ചത് പ്രതാപൻ സാറിന്റെ അച്ഛനായിരുന്നു. ഞാൻ ചെറുപ്പകാലം മുതല് ഈ പ്രതാപേട്ടനോട് ഒത്തിരി അവഗണന കാണിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം കളിയാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇന്നേ വരെ ഇദ്ദേഹം എന്നെ വഴക്കു പറയോ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അത് ഇദ്ദേഹത്തിന് എന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ. എന്തായാലും ഞാൻ കാണിച്ചത് മോശമായി പോയി. ഒരു സോറി പറയാം. അല്ല, എന്തായി കാണിച്ചത്? കാറ് പിടിക്കലായിരുന്നോ? കാറ് നിർത്തില്ലെന്ന് തോന്നിയുണ്ടാ വട്ടം കയറി നിന്നത്. എന്തിനാ കാറ് തടഞ്ഞത്? സംസാരിക്കാനുണ്ട്. പത്മയോടല്ലേ? പോയി സംസാരിച്ചോളൂ. എനിക്ക് സംസാരിക്കാനുള്ളത് അവളോടല്ല, പിന്നെ പ്രതാപേട്ടനോടാ. ഞാനിപ്പോ ഒരു ജോലിയില്ല. ഇപ്പൊ സംസാരിക്കാൻ എനിക്ക് തീരെ സമയമില്ല. പ്രതാപേട്ടൻ ഇവളുടെ ഡ്രൈവറാണോ? അതെ. എന്താ സംശയം? എങ്കിൽ പ്രതാപേട്ടൻ പുറത്തോട്ടിറങ്ങ്. നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. ഊർമിളെ, ഇപ്പൊ എന്തായാലും സമയമില്ല. കാർ എടുക്കല്ലേ? എന്താ ഇത്? എന്താ ഇത്? അത് വായിച്ചു നോക്ക്. നിന്നോട് രണ്ടു വാക്ക് സംസാരിക്കാൻ കൂടിയാ ഞാൻ ഈ കാറ് തടഞ്ഞത്. ഓ, അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ടായിരുന്നല്ലേ. അയ്യോ, ഞാനത് അറിഞ്ഞില്ല. നാളെ നടക്കാൻ വന്ന ഡാൻസ് കോമ്പറ്റീഷനില് ആര് ജയിക്കുമെന്നാ നിന്റെ വിചാരം? എനിക്ക് ഒരേ ഒരു വിചാരേ ഉള്ളൂ, എനിക്ക് ജയിക്കണമെന്ന്. എനിക്ക് എങ്ങനെയും ജയിക്കണമെന്നല്ല, എന്റെ കഴിവുകൊണ്ട് എനിക്ക് ജയിക്കണം. നിനക്ക് സംശയം വേണ്ട, ഞാൻ തന്നെ മത്സരത്തിൽ ജയിക്കും. അത് നിന്റെ വെറും വ്യാമോഹം. നടക്കാൻ പോന്ന മത്സരത്തില് ഈ ഞാൻ ജയിക്കും എന്ന് വെച്ചാ
ഞാൻ നിന്നെ തോൽപ്പിച്ചിരിക്കും. അത് നമുക്ക് കാണാം. കാണാം. പ്രതാപേട്ട, നാളെ മറുപടി തരാൻ മറക്കല്ലേ. എന്താ എറിഞ്ഞു കളഞ്ഞത്? അതൊരു രോഗലക്ഷണോ? രോഗലക്ഷണോ? തുടക്കത്തിലെ ചികിത്സ വളരെ നല്ലത്. ഇല്ലെങ്കിൽ പല കുഴപ്പങ്ങളിൽ ചെന്ന് ചാടും. എന്താ അവളുടെ രോഗം? പ്രണയം. മകൾക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ടെന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ എളുപ്പമാവും. ഇല്ലെങ്കിൽ സംഗതി കൈവിട്ടു പോവും. അല്ല, അവള് പ്രേമിക്കാൻ പ്രണയലേഖനം തന്നത് താങ്കൾക്കല്ലേ? പ്രണയിച്ച് അവളെ ഒന്ന് സഹായിച്ചൂടെ? എനിക്ക് തൽക്കാലം പ്രണയിക്കാൻ നേരമില്ല. ജീവിതമാണ് മുന്നിൽ. ഒത്തിരി കടപ്പാടുകളും സമ്പത്തും മനസ്സും ഒക്കെ ഉള്ളവർക്ക് പ്രണയവും വിവാഹവും ഒക്കെ. എനിക്കിത് രണ്ടുമില്ല. കൂടെ കൂട്ടുന്നവർക്ക് കിടന്നുറങ്ങാൻ എനിക്കൊരു തൊഴുത്തില്ല. കൊടുക്കാനുള്ള പുല്ലും വെള്ളവും പിണ്ണാക്കും ഒന്നുമില്ല. പിന്നെന്ത് പ്രണയം? ഇതെന്താ കാമുക എരുമയോ പശു വല്ലോ ആണോ? പ്രതാപ, എന്താ ചേച്ചി? ഇവിടെ വല്ലാത്ത കഷ്ടപ്പാടാ അല്ലേ പ്രതാപ? ഓ, എന്ത് കഷ്ടപ്പാട്! ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണോ ചേച്ചി? ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ജോലികളല്ലേ ഉള്ളൂ. അതല്ലടാ ഞാൻ ഉദ്ദേശിച്ചേ. ഇത്രയില്ലെങ്കിലും ഇതുപോലൊരു കോലോത്തെ ഇളമുറക്കാരാ ഞാനും നീയും. കാരണവന്മാരെല്ലാം കൂടി വിറ്റ് നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും ആ പത്നിയെ പോലെയും സരസ്വതിയെ പോലെയും രാജകുമാരിയെ പോലെ ജീവിക്കുമായിരുന്നു. ഇതൊക്കെ ഓരോ തലയിലെഴുത്തല്ലേ ചേച്ചി? കാരണവന്മാരുണ്ടാക്കി വെച്ച കടങ്ങൾ വീട്ടിയ നമുക്ക് നമ്മുടെ കോവിലകം വീണ്ടെടുക്കാം. വീണ്ടെടുക്കണം. അതുമല്ല, നമുക്കിവിടെ തൽക്കാലം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ചേച്ചി. നമ്മളെ സ്വന്തം മക്കളെ പോലെയല്ലേ മഹാദേവവർമ്മ സാർ നോക്കുന്നത്. എന്റെ വിദ്യാഭ്യാസവും ചേച്ചിയുടെ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി ശേഖരനെ മദ്രാസിൽ നിർത്തി പഠിപ്പിക്കുന്നു. ഇതൊന്നും പോരല്ലോ. നമുക്ക് എന്നും ഇവിടെ കഴിയാൻ പറ്റൂ? നമുക്കും വേണ്ട ഒരു ജീവിതം. ഒക്കെ നടക്കും ചേച്ചി, നിരാശ ഒന്നും വേണ്ട. എനിക്ക് നിന്റെ കഷ്ടപ്പാടുകൾ കാണുമ്പോഴാ വിഷമം. അകലേ